ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഈ പ്രതി ചേർക്കപ്പെട്ട സായി ട്രസ്റ്റിന്റെ ആനന്ദ്കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഈ വഞ്ചൂർ കോടതി പരിഗണിക്കും. ഈ വഞ്ചൂരിലെ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇതിൽ നേരത്തെ അറസ്റ്റിലായ ഈ പ്രതിയെ പരിചയപ്പെടുത്തിയത് ഈ സായി ട്രസ്റ്റിന്റെ ആനന്ദ്കുമാറാണ് എന്നുള്ളതായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള അതുപോലെ തന്നെ MLA-മാരും MP-മാരും അടക്കമുള്ള ആളുകളെല്ലാം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതുകൊണ്ട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹത്തിലെ ആളുകളെ പരിചയപ്പെടുത്തുക എന്ന കാര്യവും ഈ തട്ടിപ്പിന്റെ ഭാഗമായി ഇയാൾ പങ്കെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേസിന്റെ ഭാഗമായി നിലനിൽക്കുന്നത്. ഇപ്പോഴേ ആനന്ദകുമാർ ഒളിവിൽ കഴിയുകയാണ്. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഈ ആനന്ദകുമാറിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് എന്ന് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നലെ രാത്രിയാണ് ഒരു വ്യാജ ബോംബ് ഭീഷണി സന്ദേശം ഈ പോലീസിന് ലഭിക്കുന്നത്. പോലീസിന്റെ ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചറിലൂടെയാണ് തിരുവനന്തപുരം വിമാനത്താവളവും നെടുമ്പാശ്ശേരി വിമാനത്താവളവും അതുപോലെ തന്നെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്നൊരു ഭീഷണി സന്ദേശം വന്നത്. ഇതിന്റെ അന്വേഷണം തെലങ്കാനയിലേക്ക് പോവുകയാണ്. ഇന്നൊരു പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്ന് തെലങ്കാനയിലേക്ക് തിരിക്കും. തെലങ്കാനയിൽ നിന്നാണ് ഇത്തരം ഒരു സന്ദേശം വന്നത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണവും സ്വാഭാവികമായും ഇന്ന് ഉണ്ടാകും.